ഇന്ത്യ മഹാരാജ്യത്തിലെ എക്കാലത്തെയും ശ്രദ്ധേയനായ ആന ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളികൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുവാൻ പോലും കാത്തു നിൽക്കാതെ ഉത്തരം നൽകിയേക്കാം. ഗുരുവായൂർ കേശവൻ. അതെ, ആനക്കമ്പക്കാരായ നമ്മൾ മലയാളികൾക്ക് ആനപ്പെരുമയുടെ ആദിയും അന്തവും അന്നും ഇന്നും അവൻ തന്നെയാണ്, ഗുരുവായൂർ കേശവൻ. ഗുരുവായൂരപ്പൻ്റെ മേൽവിലാസം, അല്ലെങ്കിൽ സംവിധായകൻ ഭരതൻ ഒരുക്കിയ സിനിമയിലൂടെ അപ്രതീക്ഷിതമായി ലഭിച്ച ജനസമ്മതി, ഇതൊക്കെയാവാം ഗുരുവായൂർ കേശവൻ എന്ന ആനയ്ക്ക് ജീവിതത്തിൽ ഒരു വട്ടം പോലും അവനെ കണ്ടിട്ടില്ലാത്ത തലമുറകളുടെ മനസ്സുകളിൽ പോലും ഇതിഹാസ തുല്യമായ ഇടം നേടിക്കൊടുത്തത്. പക്ഷേ വാളയാർ ചുരത്തിനപ്പുറത്തേക്ക്, കൊച്ചു കേരളത്തിൻ്റെ ഈ ഇട്ടാവട്ടത്തിനപ്പുറത്തേക്ക് അപൂർവം ചില ആനപ്രേമികളും ഗജഗവേഷകരും ഒഴികെ എത്ര പേർ ഗുരുവായൂർ കേശവനെ അറിയും എന്ന ചോദ്യം വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഗുരുവായൂർ കേശവനേക്കാൾ ഏറെ പ്രശസ്തനായ ഒരാന, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പേര് കേട്ട ഒരാന ഇവിടെ ഉണ്ടോ, അഥവാ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നത് അവിടെയാണ്. കണ്ണുമടച്ച് ഇല്ല എന്നുത്തരം പറയുന്നവർ ഒരാനയെ മറന്നിട്ടുണ്ടാവും. ഉണ്ട് എന്ന് വ്യക്തമായി പറയുന്നവർ കൃത്യമായി അവനെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ടാവും. അതെ, അങ്ങനെ ഒരാന ഇവിടെ ഉണ്ടെങ്കിൽ, അഥവാ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ, അത് അവനല്ലാതെ മറ്റാരുമല്ല, ഏഷ്യാഡ് അപ്പു എന്ന ഗുരുവായൂർ കുട്ടിനാരായണൻ. കാലദേശ ഭാഷാന്തരങ്ങൾക്ക് അതീതമായി ഒരു ദേശത്തിൻ്റെ, ഒരു ജനതയുടെ കൗതുകവും സ്നേഹവാത്സല്യങ്ങളും പിടിച്ചുപറ്റിയതാണ് ഏഷ്യാഡ് അപ്പുവിൻ്റെ കഥ, അഥവാ ജീവിതം. 4 നൂറ്റാണ്ടിനപ്പുറമാണ് ഏഷ്യാഡ് അപ്പു എന്ന ആനപ്പിറവി ആദ്യമായി മലയാള നാട്ടിലേക്ക് എത്തുന്നത്. അന്ന് ബീഹാറും യുപിയും പിന്നെ മധ്യഭാരതവും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും താണ്ടി വാളയാർ ചെക്ക് പോസ്റ്റിലുള്ള കേരള അതിർത്തിയിൽ ഒരു പടുകൂറ്റൻ ലോറി വന്നു നിൽക്കുമ്പോൾ അതിനകത്ത് യാത്ര ചെയ്ത് വശം കെട്ട 4 കുട്ടിയാനകളുണ്ടായിരുന്നു. പൊടിപടലത്തിൽ മുങ്ങിക്കുളിച്ച ലോറിയിൽ നിന്നും ആദ്യത്തെ 3 പേർക്ക് ശേഷം ഉന്തിത്തള്ളിയും എടുത്തുയർത്തിയും എന്നോണം പുറത്തേക്ക് ആനയിക്കപ്പെട്ട 4ാമനെ കണ്ട് നാട്ടുകൂട്ടം ശരിക്കുമൊന്ന് അമ്പരന്നു. പെറ്റുവീണ് കണ്ണു തുറന്നിട്ടില്ലാത്ത പൂച്ചക്കുട്ടിയെപ്പോലെ ഒരാനക്കുട്ടി. അവൻ്റെ കൊച്ചു തുമ്പിക്കൈയുടെ തുമ്പത്ത് അപ്പോഴും അമ്മിഞ്ഞപ്പാലിൻ്റെ മണവും മാധുര്യവും അവശേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് വെറും അതിശയോക്തിയല്ലെന്നും ആനക്കുട്ടികൾ 5ഉം 6ഉം വയസ്സുവരെയൊക്കെ മുല കുടിക്കാറുണ്ടെന്നതും സത്യം തന്നെയാണ്. വെറും 3 വയസ്സ് പ്രായത്തിൽ കർപ്പൂരി ഠാക്കൂറിൻ്റെ ബീഹാറിൽ നിന്നും കരുണാകരൻ ഭരിച്ചിരുന്ന കേരള നാട്ടിലേക്ക് എത്തിച്ചേർന്ന ആനക്കുരുന്നിനെ ആര് കണ്ടാലും എടുത്തൊരു ഉമ്മ കൊടുക്കാൻ തോന്നുമായിരുന്നു. എടുത്താൽ പൊങ്ങില്ലാത്തത് കൊണ്ട് മാത്രം ആരും അതിന് മുതിർന്നില്ല. ഉമ്മ കൊടുക്കാനും കൊഞ്ചിക്കുവാനുമുള്ള കൗതുകവുമായി ആനക്കുട്ടിക്ക് പിന്നാലെ വട്ടമിടുന്നവർക്ക് ചിലപ്പോൾ ഉമ്മയ്ക്ക് പകരം ഊക്കോടെ ഒരു മുട്ടായിരിക്കും കൊച്ചുണ്ടാപ്പരി സമ്മാനിക്കുന്നത്. ഏതായാലും തട്ടും മുട്ടും അധികമാവും മുമ്പേ തന്നെ വികൃതിക്കുട്ടൻ ബാലലീലകളുടെ പൊന്നുതമ്പുരാനായ അമ്പാടിക്കണ്ണൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെട്ടു. പാലക്കാട്ടുകാരൻ KK നാരായണൻ നായരാണ് 1980 മാർച്ച് 13 കഥാനായകനെ ഗുരുവായൂർ അമ്പലത്തിൽ നടക്കിരുത്തുന്നത്. ചെറിയ ഒരു പരിഷ്കാരത്തോടെ തൻ്റെ പേര് തന്നെയാണ് നാരായണൻ നായർ കുട്ടിയാനയ്ക്കായി നിർദ്ദേശിച്ചത്, കുട്ടിനാരായണൻ. അന്ന് 10-40ഓളം ആനകളുണ്ടായിരുന്ന പുന്നത്തൂർ കോട്ടയെന്ന ആനത്താവളത്തിലെ കളിയും ചിരിയും കൗതുകവും എല്ലാം അവൻ തന്നെയായിരുന്നു, കുട്ടിനാരായണൻ. പതിവ് ജോലികൾക്കിടയ്ക്കുള്ള ആനക്കാരുടെ വെടിവട്ടങ്ങൾക്കിടയിൽ വിസ്തരിച്ചൊന്ന് മുറുക്കുവാനായി ചിലർ വെറ്റിലയിൽ 100 തേച്ച് അടയ്ക്കാൻ നുറുക്കുവാനായി അതൊന്ന് താഴെ വയ്ക്കേണ്ട താമസം. വെറ്റിലയും കൊണ്ട് കുട്ടിനാരായണൻ എന്ന കൊച്ചു തസ്കരൻ സ്ഥലം വിട്ടിരിക്കും. നല്ലൊരു ആനപ്പന്തിയിൽ നിന്നും ചിട്ടവട്ടങ്ങളുടെ ABCD പോലും പഠിച്ചിട്ടില്ലെങ്കിലും കുറുമ്പിൻ്റെയും വികൃതിയുടെയും കാര്യത്തിൽ അന്നേ നമ്മുടെ കുഴിയാനപ്പരുവൻ PhD എടുത്തു കഴിഞ്ഞിരുന്നു. ഇത്തിരിയില്ലാത്ത വരത്തക്കുരിപ്പിൻ്റെ ജാടയും പത്രാസും കുറച്ചധികമാവുന്നില്ലേ എന്ന് ആനക്കോട്ടയിലെ വല്യേട്ടന്മാർക്ക് തോന്നുകയും അവർ വല്ലപ്പോഴുമെങ്കിലും അവൻ്റെ നേർക്ക് കണ്ണുരുട്ടി വിരട്ടാൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് ദേവസ്വം ഇഷ്ടൻ്റെ പേരിലും ഒരു കുഞ്ഞിച്ചങ്ങല പണിതീർക്കുന്നത്. പക്ഷേ കോട്ടയിലെ വല്യേട്ടന്മാരെയും ചേച്ചിമാരെയും അമ്മാവന്മാരെയും ഒക്കെ കൂടുതൽ അസൂയാലുക്കളാക്കിക്കൊണ്ട് പുളിങ്കുരുക്കുഞ്ഞിനെ തേടി ലോകം മുഴുവൻ കൊതിക്കുന്ന പുതിയൊരു പളുങ്കുപട്ടം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1982 ന്യൂഡൽഹിയിലെ
ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് 34 ആനകളെ ട്രെയിനിൽ കൊണ്ടുപോകുണ്ടായി. സ്പെഷ്യൽ ട്രെയിനായിരുന്നു അതൊക്കെ. അന്ന് കൊണ്ടുപോയ 34 ആനകളിൽപ്പെട്ട ഒരു ആനക്കുട്ടിയാണ് ഏഷ്യാഡ് അപ്പു എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്നതായിട്ടുള്ള ഗുരുവായൂർ ദേവസ്ഥത്തെ കുട്ടി നാരായണൻ. അന്ന് ഇതിന് 5 വയസ്സ് പ്രായമാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടിയെ കൊണ്ടുപോകാൻ കാരണം ഏഷ്യാഡിന് ഒരു കുട്ടിയാനയുടെ നിർത്തി ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനിച്ചത്. 1982 ഏഷ്യാഡിന് ആതിഥ്യമരുളുവാനുള്ള ദൗത്യം ഇന്ത്യക്കായപ്പോൾ അതെങ്ങനെയും കൊഴുപ്പിക്കണമെന്ന അഭിപ്രായമായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കുണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന കേരള മുഖ്യൻ കരുണാകരനും അപ്പോൾ കാര്യമായ പങ്കുണ്ടാവുക സ്വാഭാവികം. അങ്ങനെ തൻ്റെ സംഭാവന അഥവാ തൻ്റെ നാടിൻ്റെ പങ്കാളിത്തമെന്ന നിലയിൽ ആനയും അമ്പാരിയുമായി ഏഷ്യാഡിൻ്റെ മാറ്റുകൂട്ടാൻ അസലൊരു തൃശ്ശൂർ പൂരമെന്ന നിർദ്ദേശം കരുണാകരൻ്റേതായിരുന്നു. പൂരത്തിനാവശ്യമായ ആനകളെയും ആളുകളെയും പിന്നെ മേളച്ചമയങ്ങളെയും ഒക്കെ ഡൽഹി വരെ എത്തിക്കാൻ ഒരു പ്രത്യേക ട്രെയിൻ തന്നെ ചാർട്ട് ചെയ്യപ്പെട്ടു. ആനകളെ കൊണ്ടുപോകാനുള്ള തീവണ്ടിക്ക് ആനവണ്ടി എന്ന് നമ്മുടെ പത്രക്കാർ പേരും കൊടുത്തു. ഇതിനിടെ ഏഷ്യാഡിൻ്റെ ഭാഗ്യചിഹ്നമായി ഒരു ആനക്കുട്ടിയുടെ ചിത്രം തിരഞ്ഞെടുക്കുകയും അവന് അപ്പു എന്ന് പേരിടുകയും കൂടി ചെയ്തതോടെ ഏഷ്യാഡിൽ ആനകളുടെ പങ്കിനെക്കുറിച്ച് ആർക്കും രണ്ടഭിപ്രായമില്ലാതായി. ഡൽഹിയിൽ സർക്കസ് കമ്പനിക്കാരുടെ ഒരു ആനക്കുട്ടിക്ക് ഏഷ്യാഡ് അപ്പു എന്ന നിലയിൽ പ്രത്യേകം പരിശീലനങ്ങൾ നൽകി തുടങ്ങുകയും ചെയ്തിരുന്നു. ആനകൾക്കായുള്ള ശുപാർശകളും ഒരുക്കങ്ങളുമെല്ലാം തകൃതിയായി പുരോഗമിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ആനകളുടെ കൂട്ടത്തിൽ ഗുരുവായൂരിൽ നിന്നുള്ള ചിലർക്കും നറുക്കു വീണു. ആനയും ആനക്കാരും ആന ഡോക്ടർമാരും യാത്രയ്ക്കുള്ളതെല്ലാം കെട്ടിപ്പെറുക്കി ഒരുങ്ങുന്നതിനിടയിലാണ് ഡൽഹിയിലെ സർക്കസ് കമ്പനിക്കാരുടെ പ്രതിശ്രുത അപ്പു പ്രതീക്ഷയ്ക്കൊത്ത വിധം പ്രകടനങ്ങൾ പുറത്തേക്കെടുക്കുന്നില്ല എന്ന വിവരം പുറത്തുവരുന്നത്. ഉർവശി ശാപം ഉപകാരമെന്ന് പറഞ്ഞതുപോലെ അവസാന നിമിഷം നറുക്കു വീഴുന്നത് നമ്മുടെ കുട്ടിനാരായണനും. ഏഷ്യാഡിൽ പങ്കെടുക്കുന്ന ആനകളിൽ ഏറ്റവും പൊടി എന്ന നിലയിൽ കുട്ടിനാരായണൻ ഏഷ്യാഡ് അപ്പുവായി മാറിയതും പിന്നെ ഒരു നാടിൻ്റെ മുഴുവൻ ഹൃദയത്തുടിപ്പായി തീർന്നതും നോക്കി നിൽക്കേ എന്ന് പറഞ്ഞോണമായിരുന്നു. അപ്പുവിൻ്റെ വാർത്തകളും വിശേഷങ്ങളും മുഖതാവിൽ നിന്ന് നേരിട്ട് ഒപ്പിയെടുക്കാൻ പത്രക്കാർ അവൻ്റെ കാലടിച്ചോട്ടിൽ കാത്തുകിടന്നു.